അൺഫോർച്ചുനേറ്റ്ലി ഇത് വർക്ക് ചെയ്യുന്നില്ല. വേറൊരെണ്ണം എടുത്തിട്ട് വരാം. അയ്യോ, ഇത് നിൽക്കുന്നില്ലല്ലോ. ഓക്കെ, ഇത് ശരിയായില്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളെ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് പൊക്കോളും. അത്രയും ഗ്യാരണ്ടി ആയിട്ടുള്ള കാര്യമാണ്. ഈ ഫ്രിസി ഹെയർ നമുക്ക് നല്ല അടിപൊളി മോയ്സ്ചറൈസ് കേളി ഹെയർ ആക്കി മാറ്റാം 5 മിനിറ്റ്. ആദ്യം നമ്മൾ ഏത് പാർട്ടീഷനാണോ എടുത്തിടാൻ പ്ലാൻ ചെയ്യുന്നോ ആ കണക്കിന് മുടിയെ നന്നായിട്ട് ചീകണം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ചീകിയെടുത്ത ശേഷം നമ്മൾ കുറച്ച് സ്പ്രേ, ഇത് വെള്ളമാണ്, ജസ്റ്റ് നമ്മൾ വാഷ് ബേസിൽ നിന്ന് അതിലെടുത്താൽ മതി. അൺഫോർച്ചുനേറ്റ്ലി ഇത് വർക്ക് ചെയ്യുന്നില്ല. വേറൊരെണ്ണം എടുത്തിട്ട് വരാം. അപ്പോൾ നമ്മളിത് ഈ സ്പ്രേ വെച്ചിട്ട്, വെള്ളമാണ് ജസ്റ്റ് ഞാനിങ്ങനെ കൈ മാത്രം ഒന്ന് ചെറുതായിട്ട് നനയ്ക്കുന്നു. ഓക്കെ, ഇത് ചെറുതായിട്ട് നനച്ചിട്ട് ഞാൻ എൻ്റെ 2 മുടിയിലും ഇങ്ങനെ ആക്കി. എന്നിട്ട് വീണ്ടും ഇതിനെ ഇങ്ങനെ ഈ ഇത്രയും നനവിൽ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഹെയർ സെറം, എനി സെറം ക്യാൻ ബി യൂസ്ഡ്. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഹെയർ സെറം 2 പമ്പ് എടുത്തു, കയ്യിൽ ജസ്റ്റ് ഇങ്ങനെ ചെയ്തു. എന്നിട്ട് ഞാൻ ഹെയറിനെ ഇങ്ങനെ ആക്കി. ഇനിയാണ് ട്രിക്ക്. വലിയ ട്രിക്കൊന്നുമില്ല, നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ അറിയാവുന്ന പോലെ എൻ്റെ മുടിയെ ഞാൻ നല്ല ടൈറ്റായിട്ട്, മാക്സിമം ടൈറ്റായിട്ട് പിന്നാൻ പോവാം. അതായത് ബ്രെയ്ഡ് ചെയ്യാൻ പോവുക. ടൈറ്റായിട്ട് ചെയ്യണം എന്ന് പറയാൻ കാര്യം എന്നാൽ മാത്രമേ ഫ്രിസ് ഒതുങ്ങത്തുള്ളൂ. അതുകൊണ്ടാണ് ടൈറ്റായിട്ട് ചെയ്യണമെന്ന് പറയുന്നത്. ഇങ്ങനെ മടക്കി വെക്കണം. മേ ബി ഒരു 10 മിനിറ്റ്സ് 15 മിനിറ്റ്സ് നമ്മളൊന്ന് ഡ്രസ്സൊക്കെ ഇട്ട് ഫേസൊക്കെ ചെയ്ത് റെഡി ആവുന്ന സമയം അത്രയും മതി. ഇനി അത്രയും പോലും ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഡ്രയർ വെച്ച് പിടിച്ചാൽ 2 മിനിറ്റിൽ കാര്യം കഴിയും. ഒരു 10 മിനിറ്റ് ഇങ്ങനെ കെട്ടി വെക്കുക, വെയിറ്റ് ചെയ്തിട്ട് റിസൾട്ട് കാണാം. ഞാനിപ്പോൾ യൂസ് ചെയ്തത് ജോൺ ആൻഡ് ഫ്രീഡയുടെ സാധനമാണ്. ഇത് ഞാൻ UK പോയപ്പോൾ മേടിച്ച്, അത് തന്നെ വേണം എന്നൊന്നുമില്ല. ഏത് സെറം ആയാലും മതി. ലോറിയൽ അതിൻ്റെ ആയാലും നല്ല സെറമാണ്. പിന്നെ മാട്രിക്സ് അതിൻ്റെ സെറം വളരെ നല്ലതാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫുൾ ഡേ ഫങ്ഷൻ ഉണ്ട്, ഫുൾ ഡേയും അതേപോലെ സെറ്റ് ചെയ്ത പോലെ തന്നെ കിടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പിന്നിയിട്ട മുടിയിലേക്ക് ഒന്ന് സ്പ്രേ ചെയ്യണം. ഇതിലിപ്പോൾ ഞാൻ സ്പ്രേ ചെയ്യുന്നില്ല, കാരണം എനിക്കിന്ന് ഫംഗ്ഷനോ അങ്ങനെയൊന്നുമില്ല. ഇനി കെമിക്കലി ട്രീറ്റഡ് ഹെയർ ആണെങ്കിൽ ഒന്ന് സ്പ്രേ ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്. ഇച്ചിരി ബുദ്ധിമുട്ടാണ് കെമിക്കലി ട്രീറ്റഡ് ഹെയർ ടീം ചെയ്ത് വെക്കാനായിട്ട്. ഇപ്പോൾ എൻ്റെ ഹെയർ ഏകദേശം 10 മിനിറ്റ്സോളമായി. അപ്പം ഞാൻ അഴിച്ചിട്ട് അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല അടിപൊളിയായിട്ട് കുറച്ചൊരു വേവി ടെക്സ്ചറിൽ എന്നാൽ നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ട് ഹെയർ ഇരിക്കുകയും ചെയ്യും.